ഇന്ന് നമ്മളിതുവരെ സ്പൈക്കിട്ട് പണിതിട്ടുണ്ട്, വീഡിയോ എടുക്കാത്തൊരായിട്ടാണ്. നമ്മളിവിടെ ഉങ്ങെന്ന് പറയും. നല്ല ഉറപ്പാണ് അതിൻ്റെ തൊലിപ്പുറം, നല്ല ടെമ്പറുള്ള മരം. അപ്പം അതുമ്മൽ കയറി പണിയുന്നതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. സ്പൈക്ക് ഇട്ടുങ്ങായിട്ട് ടെമ്പറുള്ള മരത്തിൽ കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ളതിൻ്റെ കുറച്ച് സംശയങ്ങളുള്ളവർക്ക്. പറയും സംസു, നമുക്കെന്ത് വേണ്ടേ? മറ്റേത് വേണം, റോപ്പ് വേണം, ബെൽറ്റ് വേണം. സ്പൈക്കില്ലേ? സ്പൈക്ക് ഉണ്ട്, അതിൻ്റെ മുള്ളിൽ തീർന്നിട്ട് ഞാൻ ഉണ്ടാവും പിടിപ്പിച്ചായിരുന്നു. അയ്യോ എടാ സൽമാൻ വിളിച്ചോക്കടാ. അപ്പോൾ അങ്ങനെയാണ് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കോതമംഗലത്ത് നിന്ന് വന്നാണ് പുള്ളി. വന്ന് നമ്മളൊരുത്തിന് എത്തിപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് തന്നെ സാധനം ഇവിടെ ഉങ്ങെന്ന് പറയും. ഇത് മരുന്നിനൊക്കെ ആയിട്ട് എടുക്കും, എന്തിനൊക്കെയോ മരുന്നായിട്ട് എടുക്കും. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. വാദത്തിൻ്റെ ഇതിനൊക്കെ ആയിട്ട് എടുക്കും. ഇതിൻ്റെ തൊലിയെടുത്ത് എന്തോ ചെയ്യുന്നതാണ്, ആയുർവേദ ഇതിലേക്കൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞേക്കാം. നല്ല ടെമ്പർമാരാണ് അല്ലേ? നല്ല ഉറപ്പല്ലേ? നല്ല ടെമ്പറുള്ള മരമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പണി. അപ്പോൾ ഈ വട്ടം കിടക്കുന്ന കൊമ്പിൽക്കൊക്കെ കയറുന്നതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കാം. അടിയിലേ കൊമ്പ് അവിടെ പോയി കിടക്കണത്, ആ മതിലിൻ്റെ കോലം നോക്കിയാൽ അതുള്ളൂ പാക ടെൻഷൻ ഇവിടെ. അതുമ്മൽ തൊട്ടോ അത് പോവും. നമ്മൾ എക്സ്റേ എടുത്ത് വെച്ചിങ്ങായിട്ട് ഇങ്ങനെ മാതിരി സ്ലേവ് മതിൽ കംപ്ലീറ്റ് കമ്പിയും ഇതും പുറത്തായി. ഇതേനെ ആളുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളായിട്ട് തോന്നിയതിന് അവിടെ മുകളിൽ ആളുണ്ട്, ഞാനവിടെ ദേ മരം വെട്ടുകാരെ എടുത്തേ. ഇല്ല നല്ലതാണ് ഈ കേട്ട. സ്പൈക്ക് മുള്ളു മാറ്റാനായിട്ടുണ്ട്. ഇതിൻ്റെ പുറൻ്റെ ആവുന്നുണ്ടോ? ഗ്രൈൻഡേണാണോ അത്? എന്ത് ഇത്ര വേണ്ടിയിരുന്നു? ഒക്കെ എന്ത് തുറന്നാളായി? ഓക്കെ ഡെയിലി രാവണാണോ? അതെന്തിനത്? മൂർച്ച പോയാൽ മാത്രമല്ല രാവണ. എന്തായാലും മാറ്റാത്. ഇപ്പം എത്ര രാവി തീർന്നതല്ലേ. ഷോ പണ്ടൊക്കത് വഴി പറഞ്ഞു കൊടുത്തില്ല. മുമ്പൊക്കെ ഇത് മുറിക്കാൻ വരുമ്പോൾ പ്രാന്താണ്. കാരണം വെട്ടിയിരുന്ന സമയത്ത് മെഷീൻ വന്ന പിന്നാണ് പിന്നെ ഇതിനോടൊരു താല്പര്യം. ഇത് വെട്ടിയാലും മുറിയില്ല. മുഴുവനൊക്കെ മുറിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസല്ലേ ഈ സാധനം വെട്ടിയാൽ കിട്ടും. വെട്ടിയാൽ ഭയങ്കര ടെമ്പറുള്ളതല്ലേ. ഇതോ ഏകദേശം 5-8 മാസമായിട്ടുണ്ടാവുള്ളൂ. മറ്റത് അല്ലേ? അതല്ലേ ഉണ്ടാവുള്ളൂ. 8 മാസമായിട്ടുണ്ടാവുള്ളൂ മാറ്റിയിട്ട്, ബ്ലേഡ് മാറ്റിയിട്ട്. വാളിൻ്റെ കാര്യമാണ് കേട്ടോ. ഇവിടെ വാള് ഞാനതിൻ്റെ ബ്ലേഡ് ചെയ്തിട്ടൊരു 8 മാസം ആയിട്ടുള്ളൂ. ഇപ്പോഴും അടിപൊളിയായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർക്കല്ലേ? അത് ഇത് പോണല്ലേ? അപ്പോൾ ഇവിടെ പണിയണം. മതിലേ അല്ലേ? പപ്പടമായിരിക്കണേ. അതാ 2 കൊമ്പ്. അത് പോരുമോ? ആ 2 കൊമ്പ് പോണല്ലേ? അല്ലെങ്കിൽ അങ്ങനെ തടഞ്ഞിട്ട് മതിലും വെച്ച് വരും.
കേട്ടോ. ഈ ഭാഗം തീർക്കാന്നുണ്ടല്ലേ? ലാസ്റ്റ് എടുക്കല അത്. ആ സംഗതി ആ കൊമ്പ്, ഈ 2 കൊമ്പ് നിൽക്കുന്നതിൻ്റെ പേരിലാണ് അത് പണിയാൻ പറ്റാ. ഇനിയിപ്പോൾ എന്തായാലും ഈ ഭാഗം തീർത്തിട്ട്, അടിക്കൊമ്പ് പണിതിട്ടില്ല, അടിക്കൊമ്പ് ലാസ്റ്റ് പണിയാം. ഇതെല്ലാം മതിയില്ലേ? ഇത് നമ്മളെ വട്ടം കിടക്കുന്ന കൊമ്പിൽ പോകാൻ്റെ ഇപ്പോൾ മോളിൽ നിന്ന് ഇപ്പോൾ ഒരു പിടുത്തം കിട്ടിയോണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ നിൽക്കാം. ഇല്ലേ? ഇപ്പോൾ മോളിൽ നിന്ന് ജസ്റ്റ് പിടുത്തം കിട്ടി അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്പിട്ട് പിടിച്ചിങ്ങനെ നടക്കാം. അതായത് സാധാരണ നമ്മൾ ഞാൻ ഇറങ്ങിപ്പോണതിനേക്കാൾ സുഖമാണ്. ഇത് കാല് സ്ലിപ്പാണ് മേടിക്കുന്നത്. ഇതിപ്പോൾ പറയുമ്പോൾ വഴുക്കലുള്ള മരണം. അങ്ങനൊരു ടെൻഷൻ നമുക്ക് വരില്ല. നിൽക്കുന്നിടത്തൊക്കെ നമുക്കൊന്ന് മുള്ള് കുത്തി ചവിട്ടിയാലേ, ഇനി ഷൂ ആയാലും വഴുക്കൊന്നും മേടിക്കണ്ട. ഷൂവിന് അത്യാവശ്യം ഒരു ഗ്രിപ്പുണ്ട്, പക്ഷേ എന്നാലും നമുക്കതിനെ വഴുക്കുന്നതിനെ പേടിക്കേണ്ടി വരും. വഴുക്കലുള്ള തമ്മിൽ പേടിക്കേണ്ടി വരും. ഇത് നല്ല വഴുക്കലാണ് ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് ഈ മരത്തിൽ. അയ്യോ പോലെ മതിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എത്തുമല്ലോ നമുക്ക്. പിടിച്ചോ. എവിടെയല്ലേ? പിടിച്ചില്ലേ? ആ വെച്ചാ हेलो हेलो हाँ बोले തൃശ്ശൂർ 3 പീടിക अरे ഇത് മൊത്തം വെച്ചാൽ അതിൻ്റെ മുമ്പ് വരും അല്ലേ?
അതല്ലേ ഇങ്ങടെ തിരിയുള്ളൂ. നോക്ക പോയി അടിച്ചിടാം. കൊമ്പ് വലിക്കാൻ ആളെ വേണോ? വലിച്ചുണ്ട് പോവാനേ. മഴയിലാണ് നന്നായില്ലേ? മഴയത്ത് സത്യത്തിൽ സുഖമാണ് പണിയെടുക്കാൻ. വീഡിയോ കൂടെ തള്ളാൻ അറിഞ്ഞൂടല്ലേ? നേരിട്ട് തള്ളാൻ അറിയുള്ളൂ, വീഡിയോ കൂടെ തള്ളാൻ. ചെറുതനെ ചിലപ്പോ ചില മാതിരും വലിപ്പം കുത്തി മാറി. കയറുമ്പോ പൊക്കോട്ടെ. ആ വെച്ചാ വിട്ടാ. ഇത് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ ചിലപ്പോൾ അങ്ങനെ കുത്തി ചിലപ്പോൾ മതിലൊക്കെ പറയുന്നത് ഇതുവരെ നിന്നിട്ടുണ്ട്. ചെറിയ കൊമ്പിനായിട്ട് റിസ്ക് എടുക്കണ്ടല്ലോ.
നീളം കൂടുമല്ലേ? അടിയെന്ന് വെച്ചാൽ നീളം കൂടുമോ? പോവില്ല അതിലേ? ആ കയറ് വലിച്ചേറ്റേ. എടാ നീ വട്ടം കിടക്കുന്ന കൊമ്പുമ്മ കൂടെ പോകാനായിട്ട് സാധാരണ പോണേലും സുഖമായിട്ട് പോവാം. ഇപ്പം എങ്ങനെ വട്ടം കിടന്നാലും ഇതിലാകെ ബുദ്ധിമുട്ട് വരാം. വട്ടം കിടന്ന് നേരെ അടിയിലേക്ക് പോകൂലേ? താഴേക്ക് പോകുന്നത്, താഴേക്ക് തല പോകുന്നത് മാത്രമേ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. അതും നമുക്ക് നേരെ തിരിയാൻ പറ്റിയ തിരിഞ്ഞെടുക്കാം, ഇറങ്ങാൻ പറ്റും. ഉത്തമമായ വിൽക്കാണ്ട് ഇത് വാഴക്കുണ്ട്. എന്താടാ അച്ചോ? അച്ചോ ആ സാധനം അത് ഷീറ്റ് അരപ്പുളിമല്ല ലോഡായിട്ട് വരുള്ളൂ. ഒറ്റപ്പുറം വെച്ച അങ്ങോട്ട് എത്തൂല്ല. മുറിക്കല്ലേ? ഓക്കെ ആൾക്കാർക്കാ നോക്കിട്ട് അവിടെ നിന്ന് നീങ്ങുന്ന അച്ചോ. ഓ സെറ്റല്ലേ? അതെ പെങ്ങളെ മോനാണത്. അൻസിലിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടിട്ടാ. അമ്മ ചൂസിടാ. ചാനലിന്റെ പേര് പറഞ്ഞടാ. പറഞ്ഞാ നമ്മുടെ അച്ചൂസ്. ചാനൽ കയറി നോക്കാൻ പറ. നമ്മുടെ അച്ചൂസ് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. ആൾ നല്ല ആക്റ്റീവാണ്. അവന് അങ്ങനത്തെ ഒരിതാണെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്. ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. സ്കൂളിൽ പോകണ്ട്. എത്രയിലായടാ പറഞ്ഞു കൊടുത്തേ? +2 ചിന്താപ്പിണ്ണി +2 ഇന്നെന്തേടാ പോവാഞ്ഞേ? ഇന്നെന്താ ഇല്ലാത്തേ? ഉമ്മച്ചി പറഞ്ഞു നിന്നില്ലാന്ന് പറഞ്ഞാ? ഓടാ നാളെ ഇല്ല. നമുക്ക് ഇനി കാണണേ 2-3 കൊമ്പ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ അടിയിന്ന് ഇടവെച്ച് ഇതിൻ്റെ പരിപാടി തീരും. അവിടെ നിന്ന് മാറിക്കട്ടാ അച്ചോ.
ആർക്കാ വിടല്ലേ? അത് മാത്രം ചീന്തി, ഇത്ര നേരം ചീന്തിട്ടുണ്ടായില്ല. എവിടൊക്കെ എത്തിയേ? വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അവിടെ നിന്ന് വെച്ചൂടെ? ഒട്ടം കിടക്കുന്ന നമുക്കൂടെ കയറാനും ഇറങ്ങാനും. ഇത്രയേ ഉള്ളൂ. മറ്റേ നമ്മൾ തിളപ്പിലോ മറ്റോ വെക്കണമെങ്കിൽ നമ്മൾ ഞരങ്ങി വരേണ്ടത്. ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുമ്പിട്ട് അത്യാവശ്യം നടക്കാം. ഇതിപ്പോൾ ചെറിയൊരു ഇതുണ്ട്, ഇത്രയും നേരം വെയിറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് താഴ്ന്നു നേരുന്നേ. എന്നാലും എത്രയും നേരെ കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ പോവാം. അടിയിലേക്ക് ചായുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോകേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങനെയും പോകാൻ പറ്റും. കുഴപ്പമില്ലല്ല.
തന്നെ ശരിയായനെ. അപ്പോൾ തുടരുത്, തുടരുതേ, മതിൽ വീഴും. അച്ചോ സെറ്റല്ലേ? എങ്ങനെയാണ്? അല്ലല്ല, ആ കഴിഞ്ഞില്ല, മാറുന്ന പൊടിയണ്ട. വന്നില്ല. അപ്പൊ അത് കഴിഞ്ഞു. പൊടി കയറിയതാണ്. അപ്പൊ ഉങ്ങിന്റെ പരിപാടി കഴിഞ്ഞ്. എന്താണ് ഇസ്മായിൽ ആജിയ? എന്താണ് എന്നാ കാല് പുറത്തേക്ക് വന്നാ പോരെ? തൂപ്പ് വലിക്കണേ എന്താണ് പാട്? ഒരെണ്ണം കാണില്ല. രണ്ടും ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളെ ഉങ്ങിൻ്റെ പണി. നല്ല ടെമ്പർമാരാണ്, പക്ഷെ ഇതിന് കുറച്ചൊരു സമാധാനം തോന്നുന്നുണ്ട്. ഒരു പദം ഉണ്ട്, കുറച്ച് കട്ടിങ്ങിന് നല്ല രസമുണ്ട്. അയ്യാ, അപ്പം അതാണ്. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം ഒരുപാട് ആളുകളെ സംശയമാണ് നമ്മൾ ഈ വട്ടം കിടക്കുന്ന കൊമ്പിൽ അല്ലെങ്കിൽ ചെറിയ കൊമ്പുമ്പലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള സംശയം. അതൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പണിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അതാണ് ആദ്യം ആലോചിക്കേണ്ട കാര്യം. അതാണ് നമ്മ മാത്രമല്ല, ഇത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതേമാതിരി ചെറിയ മരത്തിൽ അല്ലെങ്കിൽ വട്ടം കിടക്കുന്ന കൊമ്പുകളിൽ, ചെറിയ കമ്പുകളിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെ കൊണ്ട് ഉപയോഗമില്ല. അപ്പോൾ ഇത് കറക്റ്റ് നമുക്കിത് നല്ല രീതിയിൽ യൂസ് ആവുന്ന ഐറ്റം തന്നെയാണ്. എന്ത് മരത്തിലും എങ്ങനത്തെ നമുക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കൂടെ ആയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അച്ചു നേരത്തെ കണ്ടില്ലേ? അച്ചു ഇതച്ചു നമ്മളെ ക്യാമറാമാൻ ആദിലിൻ്റെ അനിയനാണ്. ആദിലിൻ്റെ അനിയനാണ്, പെങ്ങളെ മോനാണ്. രണ്ടും പെങ്ങളെ മക്കളാണ്. അപ്പൊ അച്ഛൻ്റെ ചാനല് പറഞ്ഞില്ലേ? ചാനല് അപ്പൊ എല്ലാരും ചാനലൊന്ന് കയറി നോക്കണം കേട്ടോ. ചാനല് അപ്പൊ ചാനൽ കയറി നോക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.